എവർക്കും നമസ്കാരം. ശിവോഹത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. ഇന്നത്തെ കളക്റ്റീവ് റീഡിംഗ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ട സന്ദേശമാണ്. ഓക്കെ, ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ലൈഫുമായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു, റെസനേറ്റ് ആവുന്നു, അത്തരത്തിൽ മാത്രം കാര്യങ്ങൾ എടുക്കാം കേട്ടോ. അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒരു കളക്റ്റീവ് റീഡിംഗ് മാത്രമാണെന്ന് കരുതി വിട്ടേക്കാം. ഇതിൽ നിന്നുള്ളൊരു പോസിറ്റീവ് മെസ്സേജ് എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഞാനും ഹാപ്പിയാണ്. ഓക്കെ, പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ നിങ്ങളുടെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇവിടെ 3 ഫോട്ടോസ് വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത്, ഏത് ഫ്ലവറാണോ അല്ലെങ്കിൽ ഏത് നമ്പറാണോ താല്പര്യം തോന്നുന്നത്, ചിലർക്ക് ഒന്നിൽ കൂടുതൽ നമ്പറിനോട് അട്രാക്ഷൻ തോന്നാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം റീഡിങ് കേൾക്കുക. ഓർക്കുക, ഫോട്ടോ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഡീപ് ബ്രീത്തിങ് ചെയ്തതിന് ശേഷം കണ്ണടച്ച് മനസ്സിൽ ഏത് ഫോട്ടോയാണോ തെളിയുന്നത് അല്ലെങ്കിൽ ഏത് നമ്പറാണോ തോന്നുന്നത് അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് സ്വീകരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇത് കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ ചാർട്ട് റീഡിംഗ്, സ്പിരിച്വൽ ഗൈഡൻസ്, കൗൺസിലിംഗ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ സ്മൂത്തായിട്ട് വരുന്നൊരു സിറ്റുവേഷനാണ്. വളരെ ശാന്തമായിട്ട് കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സ്ട്രഗിൾസ്, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ പതിയെ പതിയെ കരകയറി മുന്നോട്ടേക്ക് വരുന്നൊരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. വളരെ കോൺഫിഡൻസോടു കൂടി, വളരെ വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്ത് അംഗീകരിച്ചുകൊണ്ട് ഒരു ഡിവൈൻ ലവ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നൊരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡിവൈൻ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഡിവൈൻ പാതയിൽ കൂടി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നൊരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അങ്ങനെ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലോ സ്ട്രഗിൾസിലോ പെട്ട് കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്യുക. ഈ ഒരു ലോ ഫ്രീക്വൻസിയിൽ നിന്ന് കയറി ഡിവൈൻ ഫ്രീക്വൻസിയിലേക്ക് വരേണ്ട ഒരു സിറ്റുവേഷനാണ്, സമയമാണ്. ഓക്കെ, നിങ്ങളെ തന്നെ അംഗീകരിക്കുക ഈ ഒരു സമയത്ത്. ഓക്കെ, എന്തെങ്കിലും ഫോഴ്സ്ഫുള്ളി അതായത് ചിലർക്ക് ലൈഫ് മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ഒരേ പാറ്റേൺ തന്നെ, ഒരേപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് എന്നുള്ളൊരു ചിന്ത വന്നേക്കാം. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ, ഈ ഒരു എനർജിയെ ഫോഴ്സ്ഫുള്ളി ഉന്തി മാറ്റി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു ശ്രമം ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതും കടന്നു പോകും എന്നൊരു സിറ്റുവേഷൻ മനസ്സിൽ പറയുക തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഈ ഒരു സമയം എനർജി വളരെ കൂടുതലായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്, ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലർക്ക് ശാരീരികമായിട്ട് ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ക്ഷീണം പോലൊക്കെ തോന്നുന്നുണ്ടാവാം. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ഒരു ക്ലൻസിങ്ങിൻ്റെ സമയമായിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സും ശരീരവും വീടും ചുറ്റുപാടും എല്ലാം നിങ്ങളൊന്ന് ക്ലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത്. കാരണം ഒരുപാട് നല്ലൊരു മാറ്റത്തിലേക്ക് പോകുന്നൊരു എനർജി തന്നെയാണ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഏതൊരു കാര്യത്തിലേക്കും എത്തണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യാതിരിക്കുക. കാരണം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നിങ്ങൾക്കൊരു റെസ്റ്റ് ഈ ഒരു സമയത്ത് വേണമെന്ന് ഫീൽ ചെയ്യുന്നു. ഓക്കെ, പലപ്പോഴും ഈ ഒരു യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കായതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ എനിക്ക് സപ്പോർട്ടിന് അല്ലെങ്കിൽ സഹായത്തിന് ആരുമില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം പരമായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഒരു ഡിവൈൻ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ എപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുക. ഈ ഒരു സമയത്ത് എനിക്കൊരു ഗുരുനാഥൻ അല്ലെങ്കിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു സപ്പോർട്ട്, സഹായം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രപഞ്ചത്തിൻ്റെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ പ്രസൻസ് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, പക്ഷേ ഇത് ഇന്നോ നാളെയോ എന്ന് ചിന്തിക്കരുത്. ഡിവൈൻ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഡിവൈൻ ടൈം അനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കാര്യങ്ങളെ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക. അതായത് പെട്ടെന്ന് കാര്യങ്ങൾ റെഡി ആവണമെന്ന് ചിന്തിക്കാതിരിക്കുക. ഹീലിംഗ് എന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കുന്നൊരു സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷേ ചിലർക്ക് പുതിയൊരു ആത്മാവ്, പുതിയൊരു
എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഒരു പുതിയ എനർജി ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, ക്ഷമ കാണിക്കുക ഈ ഒരു സമയത്ത് കേട്ടോ. കാരണം ഒരുപാട് പേർക്ക് മാറ്റത്തിലേക്ക് കൂടി കടന്നു വന്ന പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജാണ് കാണുന്നത്, പുതിയൊരു എനർജിയാണ് കാണുന്നത്. അപ്പം അതും നിങ്ങളുടെ ഓൾറെഡി ഉള്ള പഴയ ഒരു ശരീരമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് സമയം എടുക്കുന്നതാണ് ഈ ഒരു ടൈം എന്നുള്ളത് ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് റെസൊണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്കും വളരെ കാമായിട്ടുള്ളൊരു എനർജി തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയമായിട്ട് കണക്ട് ചെയ്തിട്ട് ചില കാര്യങ്ങൾ തോന്നുന്നുണ്ടാവാം. നിങ്ങൾക്ക് മുന്നിൽ ചില രൂപങ്ങൾ നിങ്ങൾ ദർശിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ മനസ്സിടയ്ക്കിടയ്ക്കൊന്ന് ഡിസ്റ്റർബായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ അത്തരം ചിന്തകളുടെ അത്തരം കാര്യങ്ങളുടെ പിറകെ പോവാതിരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു സൈലൻസ് ആണ് ആവശ്യം. തൽക്കാലത്തേക്ക് നിങ്ങളൊരു സൈലൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു മെയിനായിട്ടുള്ള കാര്യം. അതായത് ഇൻറ്റ്യൂഷനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാനുള്ളതാണ് വരും നാളുകളിൽ. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തെളിയുന്ന ചില കാര്യങ്ങളുടെ പിന്നാലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന ചിത്രങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾ പിന്നെയും ഇല്യൂഷൻ്റെ പുറകെ കുടുങ്ങിപ്പോവും, അല്ലെങ്കിൽ മായയുടെ പിന്നിൽ കുടുങ്ങിപ്പോവും എന്നുള്ളൊരു മെസ്സേജാണ് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും മെഡിറ്റേഷനിലിരിക്കുന്ന സമയത്ത് സൈലൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഇല്യൂഷൻ്റെ പിന്നിൽ പോവാതിരിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന ചില ഇൻഫർമേഷൻസ് എല്ലാം കൂടി കോർത്തിണക്കി അതിന് വലിയൊരു മാലയാക്കി കൂട്ടിക്കെട്ടുന്നൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ അത്തരം കാര്യങ്ങളുടെ പിന്നിൽ പോവാതിരിക്കുക. അതായത് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് സൈലൻസാണ് ആവശ്യം. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കാനുള്ളൊരു ഒരു വേഗം കാണിക്കാതിരിക്കുക. അതായത് ചില കാര്യങ്ങൾക്ക് ഒരു ടൈം ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു, ഡിവൈൻ ടൈം ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ കൃത്യമായിട്ടൊരു സോൾ പർപ്പസുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുക, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായതിനു ശേഷം അത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഒന്നും ചെയ്യേണ്ടെന്നല്ല, ചില ഡിവൈൻ ഇൻഫർമേഷൻസ് വരുന്നതനുസരിച്ച് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള സന്ദേശം. ഇതിനൊരു ക്ലാരിറ്റി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. സോ ഇപ്പോൾ നിങ്ങളുടെ മെഡിറ്റേഷനിൽ കണക്ട് ചെയ്യുക, ഇൻറ്റ്യൂഷനിൽ കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു സമയം റെസ്റ്റ് ആൻഡ് സൈലൻസ്, റിലാക്സ് ആണ് ആവശ്യം. ഓക്കെ, നിങ്ങൾ സാധാരണ ചെയ്യുന്ന ജോലികൾ, കാര്യങ്ങൾ അത് തുടർന്ന് കൊണ്ടുപോവുക. പക്ഷേ മെൻ്റലി ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ക്ലാരിറ്റി അല്ലെങ്കിൽ കൂടുതൽ അറിവുകൾ ഒരുമിച്ച് സമ്പാദിക്കാതിരിക്കുക. കൂടുതൽ അതിനൊരു സമയം കൊടുത്ത് അത്തരം കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വരുന്നൊരു സന്ദേശം. ഓക്കെ, ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ യൂണിവേഴ്സായിട്ട് അല്ലെങ്കിൽ ഡിവൈനായിട്ട് ഇപ്പോൾ കണക്ട് ചെയ്യുന്നുണ്ടാവും പല തരത്തിലും പല കാര്യത്തിലും. പക്ഷേ എല്ലാം കൂടി കോർത്തിണക്കി ഇതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ വെയിറ്റ് ചെയ്യുക, തിരക്ക് കാണിക്കേണ്ട. നിങ്ങൾ കൂടുതലായിട്ട് ഹയർ വൈബ്രേഷനിലേക്ക് പോകുന്നൊരു എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡൗട്ട് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ജേർണി നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക. കൂടുതൽ കാര്യങ്ങളുമായിട്ട് വീണ്ടും നിങ്ങൾ ഡിവൈനായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഗോൾ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സോ ഈ ഗോൾസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഗോൾ കൃത്യമായിട്ട് നിങ്ങൾ അത് എങ്ങനെ അച്ചീവ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ളൊരു ക്ലാരിറ്റി ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അതായത് കൂടുതൽ മറ്റുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ ഇടപഴകുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സാരാംശം വരുന്നത്. സൈലൻസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇതിനുള്ള ക്ലാരിറ്റി അല്ലെങ്കിൽ ഉത്തരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ എനർജി ഇപ്പോൾ കൂടുതൽ റെഡിയായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആൾക്കാരുമായിട്ട് നിങ്ങളുടെ അത്രയും പവർഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരു പ്യുവറായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് ബലപ്പെടുത്തേണ്ടതുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശം. അതായത് ഞാനിത് കൂടുതലായിട്ട് ഇത്തരത്തിലേക്ക് പോകാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വാക്കുകൾ അല്ലെങ്കിൽ സംസാരം ചില സമയത്ത് ബുദ്ധിമുട്ട് തന്നേക്കാം, ഒരു ഡിസ്റ്റർബൻസ് തന്നേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയം കൂടുതൽ മെഡിറ്റേഷനിൽ കണക്ട് ചെയ്യുക, സൈലൻ്റ് ആയിട്ടിരിക്കുക, നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള എനർജി. റെസൊണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.
തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്, ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങളിൽ പലരും ഒരു കർമ്മ ക്ലിയറിങ് സ്റ്റേജിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലെ ഒരു കർമ്മ വലിയ തോതിൽ ക്ലിയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ലൈഫിൽ ലെസൺസ് പഠിക്കുന്നുണ്ടാവാം. ഈ ലെസൺസ് എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് സംബന്ധമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കയറിക്കൂടിയതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പഠിക്കുന്ന ലെസൺസ് നിങ്ങൾ തന്നെ സ്വയം അതിനെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പറ്റുന്ന ആൾക്കാർ ഒന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കുന്നത്, എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവും. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് കൂടുതൽ ക്ലാരിറ്റി തരുന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് തരാനുള്ളത്. ഈ ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാർമിക് പ്യൂരിഫിക്കേഷൻ നടക്കുന്നതാണ്. പലർക്കും അത് ഒരു പരിധിവരെ അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു ലൈഫിൽ. സോ അതിൻ്റെ ലെസൺസ് നിങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. പാസ്റ്റ് ആക്ഷൻസ്, ബിലീവ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയിൽ തന്നെ പൂർണ്ണമായിട്ടൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൂടുതലായിട്ട് ഒരു സ്പിരിച്വൽ പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ കാര്യങ്ങൾ ലെസൺസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാസ്റ്റിന് ഈ ഒരു സമയത്ത് പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. പ്രസൻറ്റിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. കർമ്മ എന്ന് പറയുന്നത് ഒരു പണിഷ്മെൻ്റ് അല്ല ആക്ച്വലി, പക്ഷേ നമ്മൾക്കത് ഒരു ലെസണായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്ത ചില കാര്യങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈഫ് ടൈം ഈ ഒരു ജന്മത്തിൽ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്ത ചില കാര്യങ്ങൾ, സംസാരിച്ച ചില കാര്യങ്ങൾ, ചിലർക്ക് ഫിസിക്കൽ ശരീരം സംബന്ധിച്ച് ചില ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും. ക്ഷീണം, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ചിലർക്കൊരു ടയേർഡായതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓർക്കുക, ഇതെല്ലാം ഒരു പാഠമാണ്. ഒരുപാട് മുൻ ജന്മങ്ങളിലെ പല കാര്യങ്ങളും ക്ലിയർ ചെയ്യപ്പെട്ട് വരികയാണ്. നിങ്ങളതിന് ഈ ഒരു സമയത്ത് അനുവദിച്ചു കൊടുക്കുക. ഓക്കെ, പലപ്പോഴും ഈ കർമ്മ തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് മാനിഫെസ്റ്റേഷനായിട്ട് ലൈഫിൽ വന്നിട്ടുണ്ടാവാം. ഒരുപാട് വെല്ലുവിളികൾ കൂടി കടന്നു പോകുന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം. പലരും ഇത്തരം അവസ്ഥകൾ കടന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ നിങ്ങൾ ഇത്തരം ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ മനസ്സിലാക്കുക, ഇതൊരു ബ്ലെസ്സിങ്സ് കൂടിയാണ്, അവസരം കൂടിയാണ്. നമുക്ക് നമ്മുടെ ലൈഫ് പർപ്പസ് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങാനുള്ളൊരു നല്ലൊരു മാനിഫെസ്റ്റേഷൻ പവറാണ്, അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ബ്ലെസ്സിങ്സ് കൂടിയാണിത്. സോ അതൊരു ശിക്ഷയായിട്ടോ പണിഷ്മെൻ്റായിട്ടോ നിങ്ങൾ ഈ ഒരു സമയത്ത് എടുക്കാതിരിക്കുക, അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, അപ്പോൾ എല്ലാം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് മനസ്സിൽ കൊണ്ടുവരിക. കാർമിക് പ്യൂരിഫിക്കേഷൻ ആണ് ഈ ഒരു സമയത്ത് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇത് നമ്മുടെ ഓൾഡ് വൂൺസ്, നെഗറ്റീവ് പാറ്റേൺസ് എല്ലാത്തിൽ നിന്നും ഒരു റിലീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ അത് അങ്ങ് കടന്നു പോയിക്കോട്ടെ. നിങ്ങളുടെ പുതിയ ഒരു കോൺഷ്യസ് ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പാഠങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓരോ കാര്യങ്ങളും ലൈഫിൽ സംഭവിക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. കർമ്മ എന്ന് പറയുന്നത് ഒരിക്കലും തള്ളി മാറ്റാൻ പറ്റാത്തൊരു സ്റ്റോണായിട്ട് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിൽ പലരും അങ്ങനെ ചിന്തിക്കുന്നു, ഇതൊരിക്കലും തീരില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാം ചിലപ്പോൾ. പക്ഷേ നിങ്ങൾ മൈൻഡ്ഫുൾനെസ് ആയിട്ട് മുന്നോട്ട് പോവുക. പ്രസൻറ്റ് മൊമെൻറ്റിൽ അവെയർ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എനർജി തന്നെ മുന്നോട്ടേക്ക് വന്ന് കണക്റ്റ് ആവുന്നതാണ്. പലർക്കും ഈ ഒരു സമയത്ത് ഈ ഒരു ഹയർ എനർജി പ്യൂരിഫിക്കേഷൻ ടൈമിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ പഴയ ഒരു കാർമിക് സിറ്റുവേഷൻസ് നിന്ന് പുറത്തിറങ്ങുന്നതായിട്ട് കാണാൻ പറ്റുന്നു. നിങ്ങളുടെ ലൈഫ് പർപ്പസിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സോ വീണ്ടും പഴയ പാറ്റേണിലേക്ക് തിരിച്ചു പോകാതിരിക്കുക. വീണ്ടും യൂണിവേഴ്സിൻ്റെ ടെസ്റ്റുകൾ, പരീക്ഷണങ്ങൾ നിങ്ങളുടെ കൂടെ വന്നേക്കാം. നിങ്ങൾ എത്രത്തോളം പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണം തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ മനസ്സിൽ പറയുക, ഇനി ഞാൻ ആ പരീക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലില്ല. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻ നിങ്ങളുടെ കൺട്രോളിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് ജേർണലിംഗ്, മെഡിറ്റേഷൻ ഒക്കെ നിങ്ങളെ സഹായിക്കുന്നതാണ്. പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ കൂടി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.